നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. നെറ്റിയിൽ എന്ത് പറ്റി? അതൊന്ന് സ്റ്റെപ്പ് തെറ്റി വീണതാ. അല്ല, അച്ഛൻ എവിടെ പോയി? ലൈറ്റ് ഫ്ലാറ്റിലോട്ടുള്ള വെള്ളം കൊണ്ടുപോയതാ ചേച്ചി. അല്ല, രാമൻപിള്ളയുടെ വീട്ടിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നല്ലോ, അത് കൊടുത്തോ? അത് രാവിലെ എന്നെ കൊടുത്തല്ലോ ചേച്ചി. ശിവദാസില്ലേ മോളെ? അച്ഛൻ ലൈറ്റ് ഫ്ലാറ്റിലേക്ക് പോയതാ അങ്കിളെ. അപ്പൊ ഞാൻ പിന്നെ വരുമ്പോ കണ്ടോളാം. അച്ഛൻ വരുമ്പോ എന്തേലും പറയണോ അങ്കിളെ? ഒന്നുമില്ല, എന്റെ ഒരു കട അടുത്ത മാസം ഒഴിയുന്ന കാര്യമേ ശിവദാസിനോട് പറഞ്ഞിരുന്നു. അതിനാരെങ്കിലും ആയോന്നറിയാൻ വേണ്ടി വന്നതാ. ശരി അങ്കിളെ, ഞാൻ ചോദിക്കാം. എന്നാ പിന്നെ ചേച്ചി ചേച്ചി എന്തുവാ ചേച്ചി ആലോചിച്ചിരിക്കുന്ന? അല്ല, മുസ്തഫ അങ്കിളുടെ ഒരു കട അടുത്ത മാസം ഒഴിയുന്നത് പറയാനാ അങ്കിള് വന്നേ. അച്ഛൻ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുത്താലോ എന്ന് ആലോചിച്ചു പോയതാ. വെള്ളത്തിന്റെ ക്യാനും തൂക്കിയുള്ള അലച്ചിലിന് ഒരു അവസാനം ആവുമല്ലോ. ചേച്ചി എത്ര കാലായി പാവ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ശരിയാ, ഇന്നും കാലിന് വയ്യാതെ മുടന്തി ആശാൻ പോയ. കൊറേ നേരമായോ അച്ഛൻ പോയിട്ട്? അതെ, തിരിച്ചു വരാനുള്ള ടൈം കഴിഞ്ഞല്ലോ. പിന്നെന്താ കാണാത്തത്? സാധാരണ ഇത്ര വൈകാറില്ല. ഞാനിപ്പോ വരാം മണി. ആരെങ്കിലും ഫോൺ ചെയ്താ ഒന്ന് കുറിച്ച് വെച്ചേക്കണേ. ശരി ചേച്ചി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എവിടേക്കാ? 3D3 എന്ന് വിളിച്ചിരുന്നു. വെള്ളത്തിന് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയുടെ ഫ്ലാറ്റിലേക്ക്. അതെ അതെ അതെ. കാലിന് ഇതെന്ത് പറ്റിയേട്ടാ? കാലിന് 2 ദിവസമായിട്ട് പൂജയ്ക്ക് നല്ല വേദന. പിന്നെ ഇവിടുത്തെ സെക്രട്ടറി സാറിന്റെ ഫ്ലാറ്റിൽ നിന്ന് വിളിച്ചിരുന്നു. അതാ ഞാൻ കൊണ്ട് ഇറങ്ങിയത്. ഓക്കെ ഏട്ടാ. സെക്രട്ടറി സാർ വരുന്നുണ്ട്. ഇതെന്താ വാട്ടർ ക്യാനും കൊണ്ട് നിങ്ങൾ ലിഫ്റ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്? അപ്പുറത്തെ കോണിപ്പടിയിലൂടെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞൂടെ? അറിയാഞ്ഞിട്ടല്ല സാറേ, ഈ വയ്യാത്ത കാലം വെച്ച് 5ാമത്തെ നില വരെ ഇതും തൂക്കി നടക്കാനുള്ള കഷ്ടപ്പാടും ഉണ്ടാ. നിങ്ങളുടെ കാലിന് വയ്യാന്ന് വെച്ച് ഇവിടുത്തെ നിയമം മാറ്റാൻ പറ്റുമോ? നിങ്ങൾ കോണിപ്പടിയിലൂടെ കയറി ചെന്ന് കൊടുക്ക്. ഇന്ന് ഒരു ദിവസത്തേക്ക് സാറേ, ദയവേത് ഇന്നൊരു ദിവസത്തേക്ക് ഇളവ് തന്നാ നിങ്ങൾക്കതൊരു ശീലമാവും. കമ്മിറ്റിക്കാർ എന്നെ കുറ്റം പറയും. വേണ്ട, അപ്പുറത്തെ കോണിപ്പടിയിലേക്ക് ചെല്ല്. സാറേ, സാറിന്റെ ഫ്ലാറ്റിലേക്കാണിത്. അപ്പൊ പിന്നെ ഒട്ടും പറ്റില്ല. ഞാനെന്തോ പ്രത്യേക ആനുകൂല്യം തന്നെന്നൊക്കെ ആവും കംപ്ലൈന്റ്. ചെല്ല്, അപ്പുറത്തേക്ക് ചെല്ല്. കഷ്ടമായില്ല ഏട്ടാ. ചേട്ടന്റെ വിഷമം കണ്ട് എനിക്ക് സങ്കടം തോന്നുന്നു. ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനെടുത്ത് കൊണ്ടുപോയി കൊടുത്തേനെ മുകളിൽ. അങ്ങനെ എങ്ങനെയും ചെയ്ത ആ സെക്രട്ടറി ചോദിക്കും, താൻ ഇവിടുത്തെ സെക്യൂരിറ്റിയോ അതോ വാട്ടർ ക്യാൻകാരന്റെ അസിസ്റ്റന്റ് ആണോ എന്ന്. അതുകൊണ്ടാ ചേട്ടാ. സാരമില്ല, ഞാൻ പതുക്കെ കയറി നോക്കാം. ഓക്കെ ഏട്ടാ, ശരി.
അതെ, എന്റെ അച്ഛൻ ശിവദാസൻ വെള്ളം കൊണ്ട് എങ്ങോട്ടാ പോയെന്നറിയോ? ശിവദാസൻ ചേട്ടന്റെ മോളാണോ? ചേട്ടൻ വെള്ളവും കൊണ്ട് 5ാം നിലയിലേക്ക് കോണിപ്പടി കയറി പോയല്ലോ. കോണിപ്പടി കയറിട്ടോ? 5ാം നിലയിലേക്ക് ലിഫ്റ്റ് ഇല്ലേ? ലിഫ്റ്റൊക്കെ കൊണ്ട് കൂട്ടി, പക്ഷെ സെക്രട്ടറി സാർ സമ്മതിച്ചില്ല, കേറ്റണ്ടെന്ന് പറഞ്ഞു. ശിവദാസൻ ചേട്ടൻ ഇവിടെ നിന്ന് ആ സാറിനോട് കെഞ്ചി പറയുന്നത് ഞാൻ കേട്ടതാ. ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അസോസിയേഷൻ നിയമമുണ്ടെന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞു സെക്രട്ടറി സാർ. കാലുവേദനയായിട്ട് കഷ്ടപ്പെട്ട ചേട്ടൻ മുകളിലേക്ക് കയറിയത്. സഹായിക്കാൻ എനിക്ക് അനുവാദമില്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയനെ വെള്ളം മുകളിലേക്ക്. അച്ഛാ, അയ്യോ അച്ഛാ, എന്തിനാ അച്ഛാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ജീവിതം എന്ന് വെച്ചാ ഇതൊക്കെ തന്നെയാ മോളെ. ഇതിനെ കഷ്ടമെന്നൊക്കെ ചിന്തിച്ച് വേവലാതിപ്പെടുന്നതാ കുഴപ്പം. കരയാതെ മോളെ, കരയാതെ. ഞാൻ എടുക്കാം. അത് വേണ്ട, നീ എടുക്കണ്ട, നീ എടുത്ത് ശരിയാവില്ല. അച്ഛൻ വാ. ഏത് ഫ്ലാറ്റാ? 3D3 മോളെ. വാ, നീ എനിക്ക് പറ്റും. നിനക്ക് വാ അച്ഛാ. നീ എടുത്ത